ഇന്നലെ വരെ അമേരിക്ക പറഞ്ഞത് ലോകം കേട്ടു. ഇന്ന് ലോകം പറയുന്നത് കേൾക്കാൻ അമേരിക്ക നിർബന്ധിതരായിരിക്കുകയാണ്. അതിർത്തിയിൽ മതിൽ പണിയുന്നവരല്ല, ഹൃദയങ്ങൾക്കിടയിൽ പാലം പണിയുന്നവരാണ് പുതിയ ലോകത്തിൻ്റെ നേതാക്കൾ. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കക്ക് നഷ്ടപ്പെട്ടത് കേവലം യുദ്ധവിമാനങ്ങളോ ആയുധങ്ങളോ സൈനികരുടെ ജീവനുകളോ സമ്പത്തുകളോ മാത്രമല്ല, ആഗോള മേധാവിത്വത്തിനുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് അമേരിക്കക്ക് ഇവിടെ കിട്ടിയത്. അമേരിക്ക തകരാൻ തക്കം പാത്തു കിടന്നിരുന്ന ശത്രു രാജ്യങ്ങൾക്ക് മുൻപിൽ അമേരിക്ക അറിഞ്ഞുകൊണ്ട് തന്നെ തലവെച്ചു കൊടുത്തു. അതിൻ്റെ ആഘാതത്തിൽ നിന്നും ഇനി കരകയറണമെങ്കിൽ അല്പം സമയമെടുക്കുമെന്ന് മാത്രമല്ല, ആഗോള മേധാവിത്വത്തിൽ നിന്നും പതിയെ പതിയെ ഇറങ്ങി തുടങ്ങുകയുമാണ് അമേരിക്ക. ഏറ്റവും പുതിയ വാർത്തകൾ എടുത്താൽ അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളിൽ ഒന്ന് പോപ്പ് ട്രംപിനെതിരെ രംഗത്ത് വന്നതാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷനെ ഭയപ്പെടുന്നില്ല, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, പ്രചരിപ്പിക്കാനും സമാധാനം പ്രോത്സാഹിപ്പിക്കാനുമാണ് ഞാനും സഭയും ഇവിടെയുള്ളത്. ഇത് യുദ്ധം, സമാധാനം, രാഷ്ട്രീയ ഇടപെടൽ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള തർക്കമാണ്. യുദ്ധത്തെ പോപ്പ് ഗോഡ് ഡസ് നോട്ട് ബ്ലസ് എനി കോൺഫ്ലിക്റ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. വിമർശനം തുടരുമെന്നും പോപ്പ് വ്യക്തമാക്കി. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ നികുതി വർദ്ധിപ്പിക്കും എന്ന ഭീഷണി വകവെക്കാതെ ഇറാനിൽ ചൈന തങ്ങളുടെ മൂന്നാമത്തെ ഭീമൻ യുദ്ധവിമാനം അഥവാ കാർഗോ വിമാനം, ആ വിമാനത്തിൽ നിറയെ ആയുധങ്ങളുമായി അത്തരത്തിൽ 3 വിമാനങ്ങൾ ടെഹ്റാനിൽ ഇറങ്ങി എന്നതാണ്. ചൈനയുടെ Y-20 എന്ന ഭീമൻ കാർഗോ വിമാനത്തിലാണ് ചൈന അവരുടെ ആയുധങ്ങൾ ഇറാന് കൈമാറിയത്. നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ചൈനയുടെ 2 Y-20 സൈനിക കാർഗോ വിമാനങ്ങൾ ടെഹ്റാനിൽ ഇറങ്ങി. ഇറാൻ ആയുധങ്ങൾ വിതരണം ചെയ്താൽ ചൈനയ്ക്ക് മേൽ 50% നികുതി ചുമത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെ മൂന്നാമത്തെ Y-20 ചൈനീസ് കാർഗോ വിമാനവും ഇറാനിൽ ഇറങ്ങുകയാണ്. വിമാനത്തിൽ അമേരിക്കൻ ഇസ്രേലി വിമാനങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യാധുനിക സർഫസ് ടു എയർ മിസൈലുകൾ, HQ-9B മിസൈലുകൾ, മാൻപാഡ്സ് അഥവാ തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുകൾ, ഇലക്ട്രോണിക്സ് വാർഫെയർ ഉപകരണങ്ങൾ, ശത്രു രാജ്യങ്ങളുടെ റഡാർ സംവിധാനങ്ങളെ തകർക്കുവാനുള്ള ഉപകരണങ്ങൾ, വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ആഴ്ചകൾ നീണ്ട യുദ്ധത്തിന് ശേഷം 2026 ഏപ്രിൽ 8 അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ വെടിനിർത്തൽ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ചൈനീസ് വ്യോമസേനയുടെ Y-20 അഥവാ കുൻപെങ് എന്ന ഭീമാകാരമായ സൈനിക കാർഗോ വിമാനങ്ങൾ ടെഹ്റാനിലെ മെഹ്റാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങാൻ തുടങ്ങി. ഇതിൽ മൂന്നാമത്തെ വിമാനമാണ് ഏപ്രിൽ 13 ചൈനയിൽ നിന്ന് ഇറാനിൽ എത്തിയത്. ഇനി മറ്റൊരു സംഭവം എടുത്താൽ, കാലങ്ങളായി അമേരിക്കയിൽ നിന്ന് മാത്രം തങ്ങളുടെ സൈനിക ബജറ്റിന്റെ 70% ആയുധങ്ങൾ കൈപ്പറ്റിയിരുന്ന കാനഡ ആ തീരുമാനം പിൻവലിച്ചു എന്നതാണ്. ഇനി അമേരിക്കയുമായി മാത്രമല്ല, ഈ തുക കൊണ്ട് മറ്റു രാജ്യങ്ങളുമായും ആയുധ ഇടപാടുകൾ നടത്തുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വെളിപ്പെടുത്തി. ഈ 70% കാലങ്ങളായി ഒരു നിക്ഷേപം എന്ന പോലെ അമേരിക്കയുമായി നടത്തി വന്നതായിരുന്നു എന്നോർക്കണം. അതും അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാഷ്ട്രം. നേരത്തെ സൗദി അറേബ്യയും അവരുടെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയിൽ നിന്ന് മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിലപാട് കൈക്കൊണ്ടിരുന്നു. അമേരിക്കൻ സുരക്ഷ എന്നത് വെറും പാഴ്വാക്കാണ് എന്നാണ് ഇപ്പോൾ ഇത്തരം രാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനും വികസിപ്പിക്കുവാനും വിപണിയിൽ കടന്നു കയറാനും ഈ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു. ട്രംപ് എത്ര പറഞ്ഞിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കക്കൊപ്പം യുദ്ധത്തിന് തയ്യാറാവാതിരുന്നതും കൂട്ടി വായിക്കണം. ഇതിനും പുറമെയാണ് ഹോർമുസ് തുറക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം. ഇതുവഴി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ റഷ്യൻ എണ്ണയും മറ്റും ലോകരാജ്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ സാമ്പത്തികമായി മികച്ച വളർച്ചയിലേക്ക് റഷ്യയും കടന്നു വരും. ഇതിനെല്ലാം പുറമെയാണ് ബദ്ധവൈരികളായ ചൈന ഇറാന് നിറഞ്ഞ പിന്തുണയുമായി കളം വാഴുന്നത്. 50% നികുതി എന്നതാണ് അമേരിക്കയുടെ പുതിയ ഭീഷണി. എന്നാൽ ഇനി ഇത്തരം നികുതി എന്ന ഭീഷണികളൊന്നും വിലപ്പോവില്ല എന്നാണ് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കയോട് പറയാതെ പറയുന്നത്. അവയെല്ലാം വകവെക്കാതെയാണ് ചൈന ഇപ്പോൾ ഈ വിതരണങ്ങൾ ഇറാനിൽ നടത്തിയത്. മുന്നോട്ടു പോകുന്നത് മുൻപൊരിക്കലും അമേരിക്ക നേരിട്ടിട്ടില്ലാത്ത അത്രയും പ്രതിസന്ധികളുടെ വഴികളിലൂടെയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി ചോദിച്ചതുപോലെ, ലോകത്തെ പ്രധാന കപ്പൽ പാതകളെല്ലാം കോടികൾ കൊള്ളയടിക്കുമ്പോൾ ഹോർമുസ് കടലെടുക്ക് സൗജന്യമായി നൽകുന്ന ഇറാനാണോ അതോ സഖ്യകക്ഷികളെ പിഴിഞ്ഞുണ്ണുന്ന അമേരിക്കയാണോ യഥാർത്ഥ വില്ലൻ എന്ന ചോദ്യം അമേരിക്കയെ അലട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല.